Hello friends, welcome back to my channel Arraysworld. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡ് സാൻഡ്വിച്ചിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്ന സാൻഡ്വിച്ചുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ഈ സാൻഡ്വിച്ച് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള ഒരു ഡിസ്ക് ഷേപ്പിലാണ് ഞാൻ ഇതിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സാൻഡ്വിച്ച് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ഈ ബ്രെഡ് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുക്കുന്നത് പൊടിയായി അരിഞ്ഞ സവോളയാണ്, ഒരെണ്ണമാണ് ഞാൻ എടുക്കുന്നത്. അതിനുശേഷം ഒരു അര ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞതും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഹാഫ് ടൊമാറ്റോ ആണ് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലുള്ളൊരു ചെറിയൊരു പീസ് പനീറാണ് ഞാൻ എടുക്കുന്നത്. അത് നല്ലപോലെ കൈകൊണ്ട് ക്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റും ചെയ്യാം, ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ഈ പനീർ ഇവിടെ ഇടാം. അതിനുശേഷം കുറച്ച് മൊസറല്ല ചീസ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർക്കുന്നത് ഡ്രൈ ഒറിഗാനോ ആണ്. ഇത് ഞാൻ കുറച്ച് കയ്യിലെടുത്ത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടും. ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പാകത്തിനുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. അവസാനമായിട്ട് ഞാൻ ഇതിൽ കുറച്ച് പിസ്സ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിസ്സ സോസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഞാനിവിടെ ഒരു 6 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് ഒന്ന് റൗണ്ട് ഷേപ്പായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഇതുപോലുള്ള ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബൗൾ ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതുമാതിരി ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 6 ബ്രെഡ് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് അതിലും ചെറുതായിട്ടുള്ള ഒരു ഷാർപ്പ് തിങ് വെച്ചിട്ട് നമുക്ക് ഒരു 3 പീസ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, 2 ഷേപ്പിലാണ് ഞാൻ ഈ ബ്രെഡ് പീസസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു ബൗളിൽ ഒരു 4 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ പെരി പെരി മൈനീസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ബട്ടർ അലിയുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ബ്രെഡ് പീസിലോട്ട് ഈ മിക്സ് ചെയ്ത് വെച്ച സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് മുകളിലായിട്ട് ഈ റൗണ്ട് ഷേപ്പിലുള്ള ബ്രെഡാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അത് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇത് നല്ല ഒരു ഷേപ്പായിട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള 3 ബ്രെഡ് പീസസിലും കൂടി ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ തവയിൽ വെച്ചിട്ടാണ് ഈ സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി 1 ടീസ്പൂൺ ബട്ടറാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്ന ശേഷം നമുക്ക് ഈ ബ്രെഡ് സാൻഡ്വിച്ച് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടറും കൂടി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേണം നമുക്ക് ഈ സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാൻ. 2 മിനിറ്റ് ആയി കഴിഞ്ഞു. നമ്മളുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. കാണാൻ നല്ല ഭംഗിയായിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് സാൻഡ്വിച്ച് റെസിപ്പിയാണ്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.